ആൻ്റണി രാജു മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് CPM-ൻ്റെ സീറ്റായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ നിലപാട്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയും ഇടതുപക്ഷ നയങ്ങളെയും കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്തൊരു നേതാവാണ്. പിന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനുള്ള അംഗീകാരവും നമുക്ക് പൊതുവെ സഹായകരമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ കേസുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കേസ്, കോടതി വിധി, നിയമം അതിൻ്റെ വഴിയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാവുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ സീറ്റ് സ്വാഭാവികമായിട്ടും ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് തന്നെയാണല്ലോ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ കോടതി ആ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുക. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് പൊതുവെ രാഷ്ട്രീയമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളെ വെച്ചുകൊണ്ട് LDF-ന് പൊതുവെ ഗുണകരമായിട്ട് എങ്ങനെ നമുക്ക് ഒരു തീരുമാനമെടുക്കാം എന്നത് സംബന്ധിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ LDF അവർ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ നേതൃത്വം ഡോക്ടർ PC ജോസഫ് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും പിന്നെ പൊതുവായ LDF താല്പര്യമൊക്കെ ഞങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ LDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥി ആ നിയോജകമണ്ഡലത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പാക്കുക, തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ വിജയിക്കും എന്നുറപ്പാക്കുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു നിലപാടേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ. അപ്പോൾ CPM ആ സീറ്റെടുത്തിട്ട് മത്സരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. CPM ആ സീറ്റിൽ മത്സരിക്കുക. ആൻ്റണി രാജു മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് CPM-ൻ്റെ സീറ്റായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ നിലപാടില്ല. അപ്പോൾ അങ്ങനെ ആരുടെയും സീറ്റ് നമ്മൾ എടുത്ത് മത്സരിക്കുക എന്നുള്ള സമീപനമില്ല. അപ്പോൾ ആ നിയോജകമണ്ഡലത്തിൻ്റെ വിജയസാധ്യതയെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു പൊതു തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ പരിശോധിക്കും. ഇതുവരെ എന്താ വെച്ചാൽ അവർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എടുക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഒന്ന് ഈ കേസിൻ്റെ വിധി വരുന്നത് വരെ നമുക്കങ്ങനെ തീരുമാനിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റില്ല. രണ്ട്, ഇവരുമായി ഒരു ചർച്ച നടത്താതെ നമ്മളങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയും കൂടെ. അതൊരു ഘടകകക്ഷിയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം. അവരോട് ചർച്ച നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോയി ചർച്ച നടത്തി തീരുമാനം എടുത്തിട്ട് പിന്നെ അവരെ വിളിച്ച് ചർച്ച നടത്തുന്നത് അത് ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഇന്നലെയല്ലേ ഇതിൻ്റെ വിശദാംശങ്ങൾ വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മലപ്പുറത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നൊന്ന് കണ്ടുമുട്ടി സംസാരിച്ച് വളരെ സൗഹാർദ്ദം എങ്ങനെ ഈ വിഷയത്തെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ്. പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അവർ ചില പേരുകൾ അവർ പറിച്ചിരുന്ന നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതല്ല LDF ചർച്ച ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ വിജയസാധ്യതയാണ് പ്രധാനം. ആ അസംബ്ലി നിയോജകമണ്ഡലത്തിൻ്റെ വിജയസാധ്യതയാണ് പ്രധാനം. അപ്പോൾ ആ അസംബ്ലി നിയോജകമണ്ഡലത്തിൻ്റെ വിജയസാധ്യതയ്ക്ക് ഏറ്റവും സഹായകരമായ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങളിപ്പോൾ ആലോചിക്കുകയാണ്. നിർദ്ദേശമുണ്ട്. പിന്നെ മറ്റു ചില പേരുകളും മറ്റു മണ്ഡലങ്ങൾ ലാസ്റ്റ് സമയമായി. ഇനിയിപ്പം സമയമില്ല, അധിക സമയമില്ല. അപ്പം ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുമോ അതോ ഈ അധികം വൈകാതെ തന്നെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ ശരിക്കും? അല്ല, ഇതിപ്പോൾ അവരുടെ നിർദ്ദേശം നമ്മൾ കേട്ടൂലോ. ഇനി നമുക്കത് വെച്ചുകൊണ്ട് അതും അവർ തന്നൊരു നിർദ്ദേശമല്ലേ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറേ കൂടി വിജയസാധ്യതയുള്ള വേറെ ചില പേരുകളും നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇവരോട് സംസാരിക്കാതെ നമ്മൾ അത് ചർച്ച ചെയ്യില്ല. ഇവരോട് സംസാരിച്ചിട്ട് അവരോടും നമ്മൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് അതെ അതൊക്കെ സാധാരണ അതൊന്നും പറഞ്ഞിട്ടില്ല. അവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിജയസാധ്യതയ്ക്കാണ് മുൻതൂക്കം.